രാവിലെ 8:45 ഈ കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി, അതായത് DCC ഓഫീസിന് തൊട്ട് പുറകിലുള്ള കെട്ടിടത്തിന്റെ സെക്യൂരിറ്റിയായ ബാബു ഗോവിന്ദച്ചാമി ചാടി പോകുന്നത്, അതായത് മതിൽ കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടത്. ബാബു നമുക്ക് പോകണ്ട, എന്താ കണ്ടേ നിങ്ങള്? മതിൽ ആടുന്നുണ്ട്. അപ്പൊ ഇയാളാന്ന് അറിയില്ലായിരുന്നല്ലോ അല്ലേ? അറിയില്ല. വാർത്ത അറിഞ്ഞിരുന്നു ആ സമയത്ത്? ഇല്ല. അപ്പൊ ഒരു പിടിയുണ്ടാവില്ല. ഒറ്റ കൈയുള്ള ആളാണെന്ന്. എന്തായിരുന്നു ഇട്ട ഡ്രസ്സൊക്കെ ഓർമ്മയുണ്ടോ? നീല. എന്നിട്ട് നിങ്ങൾ ആരോടെങ്കിലും അറിയൊന്നും ചെയ്തില്ല. പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല അറിയില്ലല്ലോ. എവിടുന്ന് എങ്ങനെയാ ചാടുന്നുണ്ടേ? കന്നഡന്റെ ഷോറൂമില്ല, കന്നഡ ഷോറൂം, അതിന്റെ സൈഡിൽ കൂടെ. അപ്പം തൊട്ട ബാക്കിൽ പോലീസുകാരുണ്ടായിരുന്നു. പോലീസ് ഓടി പിടിക്കുന്നതായിരുന്നു. അവര് പിന്നാലെ ഓടുന്നുണ്ട്. പിന്നെ അതിനുശേഷം അന്വേഷിച്ചാണ് ഇങ്ങനെ സംഭവം എന്ന് അറിയുന്നത്. അതിനു മുമ്പ് ഒന്നും അറിയുന്നില്ല. പോലീസ് നിങ്ങളോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. സമയം എത്രയായിരുന്നു? 8:45 കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ്. ഏതായാലും പോലീസ് പുറകെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്, അല്ലെങ്കിൽ ഉറപ്പാണ് ഇപ്പോൾ ബാബു പറയുന്നത്. കാരണം പോലീസ് ഇയാൾ മതിൽ ചാടുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ പോലീസും ഇയാൾക്ക് പുറകിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലീസിന് നേരത്തെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു, പക്ഷെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പിടികൂടിയത് അല്പം കൂടി സമയം കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ളതാണ്. ഏതായാലും പിന്നീട് കിണറ്റിൽ നിന്ന് പോലീസിൻ്റെ പിടിയിലാവുകയായിരുന്നു ഗോവിന്ദച്ചാമി.